ഓം ശരവണഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗ സ്തോത്രം ശ്ലോകം 3. മയൂരാധിരൂഢം മഹാവാക്യഗൂഢം മനോഹാരിദേഹം മഹചിത്തഗേഹം മഹീദേവദേവം മഹാവേദഭാവം മഹാദേവബാലം ഭജേ ലോകപാലം. അർത്ഥം: മയിലിന്മേൽ സവാരി ചെയ്യുന്നവനെയും മഹാവാക്യങ്ങളുടെ രഹസ്യമായ സത്യസ്വരൂപിനെയും അത്യന്തം മനോഹരമായ രൂപമുള്ളവനെയും മഹാത്മാക്കളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനെയും വേദങ്ങളുടെ സാരമായവനെയും മഹാദേവന്റെ പുത്രനെയും ലോകത്തിൻ്റെ രക്ഷകനുമായ സുബ്രഹ്മണ്യ സ്വാമിയെ ഞാൻ ഭജിക്കുന്നു. ഈ ശ്ലോകം മുരുകഭഗവാന്റെ ബാഹ്യരൂപവും ആന്തരിക തത്വവും ഒരുപോലെ വിവരിക്കുന്നു. മയിൽ അഹങ്കാരത്തെ ജയിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. മുരുകഭഗവാൻ ദേവപുത്രൻ മാത്രമല്ല, വേദങ്ങളുടെ അന്തിമ സത്യമായ പരബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ്. അതിനാലാണ് ഭഗവാനെ മഹാവാക്യഗൂഢം എന്ന് വിളിക്കുന്നത്. ശ്ലോകം 4. യഥാ സന്നിധാനം ഗതാ മാനവാമേ ഭവാം ഭൂതിപാരം ഗതാസ്തേ തദൈവ ഇതി വ്യഞ്ജൻ സിന്ധുതീരെ യ ആസ്തേ തമീഢേ പവിത്രം പരാശക്തിപുത്രം. അർത്ഥം: എൻ്റെ സന്നിധിയിലെത്തുന്ന മനുഷ്യർ ഈ ജനന മരണരൂപിയായ സംസാരസാഗരം കടക്കുന്നു എന്ന സന്ദേശം ലോകത്തോട് പ്രഖ്യാപിക്കുന്നതിനായി സമുദ്രതീരത്ത് വസിക്കുന്ന പരാശക്തിയുടെ പുത്രനായ പവിത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഞാൻ സ്തുതിക്കുന്നു. ഈ ശ്ലോകം തിരുച്ചെന്തൂരിലെ മുരുകഭഗവാന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. സമുദ്രം ഇവിടെ സംസാരസാഗരത്തെ പ്രതിനിധീകരിക്കുന്നു. ജീവിതത്തിൽ നാം നേരിടുന്ന ദുഃഖങ്ങളും ഭയങ്ങളും ആശങ്കകളും ഈ മഹാസാഗരത്തിലെ തിരകളെ പോലെയാണ്. മുരുകഭഗവാന്റെ തിരുവടികളിൽ ശരണാഗതി പ്രാപിക്കുന്ന ഭക്തന് ഈ സംസാരസാഗരം കടക്കാനുള്ള ശക്തി ലഭിക്കുന്നു. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത് മുരുകഭഗവാന്റെ സാന്നിധ്യം തന്നെ മോക്ഷത്തിലേക്കുള്ള വാതിലാണ്. ശ്ലോകം 5. യഥാബ്ദേസ്തരംഗ ലയം യാന്തി തുംഗ തദൈ വാപദ സന്നിധോ സേവതാമേ ഇതി വോർ മിപങ്ക്തിർ നൃണാം ദർശയന്തം സദാഭാവയെ ഹൃൽസരോജേ ഗുഹന്തം. അർത്ഥം: ഉയർന്ന തിരമാലകൾ സമുദ്രത്തിൽ തന്നെ ലയിക്കുന്നതുപോലെ എന്നെ സേവിക്കുന്ന ഭക്തരുടെ ദുരിതങ്ങൾ എൻ്റെ സന്നിധിയിൽ ഇല്ലാതാകുന്നു. ഈ സത്യം മനുഷ്യരെ പഠിപ്പിക്കുന്ന ഗുഹനായ മുരുകഭഗവാനെ ഞാൻ എൻ്റെ ഹൃദയകമലത്തിൽ ധ്യാനിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ആരുമില്ല. എന്നാൽ ഭക്തിയിലൂടെ അവയെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നു. സമുദ്രത്തിലെ തിരമാലകൾ എത്ര വലുതായാലും അവ വീണ്ടും സമുദ്രത്തിൽ ലയിക്കുന്നു. അതുപോലെ ഭക്തൻ്റെ കഷ്ടതകളും ദൈവകൃപയിൽ അലിഞ്ഞു പോകുന്നു. ഈ ശ്ലോകം പഠിപ്പിക്കുന്നത് ദൈവം പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക മാത്രമല്ല, അവയെ നേരിടാനുള്ള ആത്മബലവും നൽകുന്നു. ശ്ലോകം 6. ഗിരൗ മന്നിവാസേ നരാ യേ അധിരൂഢ തഥാ പർവ്വതേ രാജത്തെ തേ അധിരൂഢ ഇതി ബ്രുവൻ ഗന്ധശൈലാധിരൂഢ സ ദേവോ മുദേ മേ സദാ ഷൺമുഖോസ്തു. അർത്ഥം: എൻ്റെ മലയിൽ കയറുന്നവർ ഉയർന്ന ആത്മീയ നിലയിലെത്തുന്നു എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നതിനായി പുണ്യപർവ്വതത്തിൽ വസിക്കുന്ന ഷൺമുഖനായ മുരുകഭഗവാൻ എന്നെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ. മല കയറുക എന്നത് ഇവിടെ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ്. മനുഷ്യൻ തൻ്റെ അഹങ്കാരത്തെയും കാമക്രോധ ലോഭാദികളെയും ജയിച്ച് ഉയർന്ന ചൈതന്യത്തിലേക്ക് ഉയരുമ്പോൾ അതാണ് യഥാർത്ഥ മല കയറൽ. മുരുകഭഗവാൻ മലകളിൽ വസിക്കുന്നത് ആത്മീയ ഉയർച്ചയുടെ സന്ദേശമാണ്. ഭഗവാന്റെ തിരുവടികളിലേക്ക് ഓരോ ചുവടും നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. ശ്ലോകം 7. മഹാംഭൂതിതീരെ മഹാപാപചോരെ മുനീന്ദ്രാനുകൂലേ സുഗന്ധാഖ്യ ശൈലേ ഗുഹായാം വസന്തം സ്വഭാസ ലസന്തം ജനാർത്ഥീം ഹരന്തം ശ്രേയായാമി സ്കന്ധം. അർത്ഥം: മഹാസമുദ്രത്തിൻ്റെ തീരത്തും പാപങ്ങളെ മോഷ്ടിച്ചു കളയുന്ന പുണ്യസ്ഥാനത്തും മഹർഷിമാർക്ക് പ്രിയങ്കരമായ സുഗന്ധശൈലത്തിൽ ഗുഹയിൽ വസിച്ചുകൊണ്ട് സ്വന്തം ദിവ്യ തേജസ്സാൽ പ്രകാശിക്കുകയും ഭക്തരുടെ ദുഃഖങ്ങൾ നീക്കുകയും ചെയ്യുന്ന സ്കന്ദഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ മുരുകഭഗവാന്റെ ദിവ്യ സാന്നിധ്യം വിവരിക്കുന്നു. പാപചോരൻ എന്ന വിശേഷണം വളരെ മനോഹരമാണ്. ഒരു കള്ളൻ നമ്മുടെ സമ്പത്ത് മോഷ്ടിക്കുന്നത് പോലെ മുരുകഭഗവാൻ നമ്മുടെ പാപങ്ങളെയും അജ്ഞാനത്തെയും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ ഗുഹ എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്. ഗുഹ എന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആത്മീയ കേന്ദ്രമാണ്. മുരുകഭഗവാൻ പുറത്ത് ക്ഷേത്രത്തിൽ മാത്രമല്ല, ഓരോ ഭക്തൻ്റെയും ഹൃദയഗുഹയിൽ വസിക്കുന്ന ദൈവമാണ്. ശ്ലോകം 8. ലസൽസ്വർണഗേഹേ നൃണാം കാമദോഹേ സുമസ്തോമസഞ്ച് ജന്നമാണിക്യമഞ്ചേ സമുദ്യ സഹസ്രാർക്ക തുല്യപ്രകാശം സദാ ഭാവയെ കാർത്തികേയം സുരേശം. അർത്ഥം:
സ്വർണമയമായ ദിവ്യഭവനത്തിൽ ഭക്തരുടെ സദാശയങ്ങൾ നിറവേറ്റുന്നതിനായി പുഷ്പമാലകളാൽ അലങ്കരിക്കപ്പെട്ട രത്നസിംഹാസനത്തിൽ വിരാജിക്കുന്നവനായി 1000 സൂര്യന്മാരുടെ പ്രകാശത്തിന് തുല്യമായ ദിവ്യ തേജസ്സോടെ തിളങ്ങുന്ന ദേവസേനാധിപനായ ഭഗവാൻ കാർത്തികേയനെ ഞാൻ ധ്യാനിക്കുന്നു. ഇവിടെ പറയുന്ന സ്വർണ്ണഭവനം ഒരു ഭൗതിക കൊട്ടാരമല്ല, പരിശുദ്ധമായ മനസ്സാണ് യഥാർത്ഥ സ്വർണ്ണ മന്ദിരം. ഭക്തന്റെ ഹൃദയം ശുദ്ധമാകുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം തെളിയുന്നു. 1000 സൂര്യന്മാരുടെ പ്രകാശം എന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനപ്രകാശത്തെ സൂചിപ്പിക്കുന്നു. ഒരു ചെറിയ വിളക്ക് ഇരുട്ട് നീക്കുന്നത് പോലെ മുരുകഭഗവാന്റെ ജ്ഞാനം ആത്മാവിലെ അജ്ഞാനാന്ധകാരം ഇല്ലാതാക്കുന്നു. ശ്ലോകം 9. രണന്തം സഖേ മഞ്ജുലാത്യന്തശോഭേ മനോഹാരി ലാവണ്യ പീയൂഷപൂർണേ മനഷ്ടപദോ മേ ഭവ ക്ലേശതപ്ത സദാ മോദതാം കന്ദത്തെ പാദപത്മേ. അർത്ഥം: മനോഹരമായ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഭഗവാനെ, അത്യന്തം സൗന്ദര്യമുള്ളവനെ, അമൃതം പോലെ മധുരമായ ദിവ്യലാവണ്യം നിറഞ്ഞവനെ, സംസാര ദുഃഖങ്ങളാൽ വേദനിക്കുന്ന എൻ്റെ മനസ്സെന്ന തേൻ ചൂട് അങ്ങയുടെ താമരപാദങ്ങളിൽ എപ്പോഴും ആനന്ദത്തോടെ വസിക്കട്ടെ. ഈ ശ്ലോകം ഭക്തിയുടെ അതിസുന്ദരമായ ചിത്രമാണ്. ശങ്കരാചാര്യർ തൻ്റെ മനസ്സിനെ ഒരു തേൻ ചൂടിനോട് ഉപമിക്കുന്നു. തേൻ ചൂട് എപ്പോഴും സുഗന്ധമുള്ള പുഷ്പങ്ങളെ തേടിപ്പോകുന്നു. അതുപോലെ ഭക്തന്റെ മനസ്സ് ലോകസുഖങ്ങളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ തിരുവടികളിൽ സ്ഥിരമായി നിലകൊള്ളണം. ഇവിടെ പാദപത്മം എന്നത് വെറും പാദങ്ങളല്ല, അത് ദൈവശരണാഗതിയുടെ പ്രതീകമാണ്. ലോകത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിൽ നിന്ന് മോചനം നേടാൻ ദൈവസ്മരണയാണ് ഏറ്റവും വലിയ ആശ്രയം എന്ന സന്ദേശമാണ് ഈ ശ്ലോകം നൽകുന്നത്. ശ്ലോകം 10. സുവർണാഭ ദിവ്യാംബരൈർ ഭാസമാനം കൊണത് കിങ്കിണി മേഖലാ ശോഭമാനം ലസതേ മപട്ടേന വിദ്യോതമാനം കഠിം ഭാവയെ സ്കന്ദത്തെ ദീപ്യമാനം. അർത്ഥം: സ്വർണ്ണ നിറമുള്ള ദിവ്യ വസ്ത്രങ്ങൾ ധരിച്ച് പ്രകാശിക്കുന്നവനെ, മണിനാഥം മുഴക്കുന്ന അരപ്പട്ടയാൽ അലങ്കരിക്കപ്പെട്ടവനെ, സ്വർണ്ണാഭരണങ്ങൾ ദീപ്തമായ കടി അല്ലെങ്കിൽ അരഭാഗം ഉള്ളവനെ, ഭഗവാനെ സ്കന്ദ, അങ്ങയുടെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഇവിടെ ശങ്കരാചാര്യർ ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോൾ അതിലൂടെ ഒരു ആത്മീയ സന്ദേശവും നൽകുന്നു. ദിവ്യവസ്ത്രങ്ങൾ പരിശുദ്ധിയുടെ പ്രതീകമാണ്. ആഭരണങ്ങൾ ആത്മീയ ഗുണങ്ങളുടെ പ്രതീകമാണ്. ഭക്തന്റെ യഥാർത്ഥ അലങ്കാരം സ്വർണമോ രത്നങ്ങളോ അല്ല, സ്നേഹം, വിനയം, കരുണ, ഭക്തി എന്നിവയാണ്. മുരുകഭഗവാന്റെ ദിവ്യരൂപ ധ്യാനം മനസ്സിനെ ശുദ്ധീകരിക്കുകയും ഏകാഗ്രമാക്കുകയും ചെയ്യുന്നു. ശ്ലോകം 11. പുളിന്ദേശ കന്യാഘനാഭോഗ തുങ്ക തനാലിംഗനാസക്ത കാശ്മീര രാഗം നമസ്യാമ്യഹം താരകാരേ തവോരം സ്വഭക്താവനെ സർവദാ സാനുരാഗം. അർത്ഥം: വള്ളിദേവിയുടെ ആലിംഗനത്താൽ കുങ്കുമവർണ്ണം പൂണ്ടിരിക്കുന്നവനെ, താരകാസുരനെ സംഹരിച്ച വീരനെ, ഭക്തരോട് അഗാധ സ്നേഹമുള്ളവനെ, അങ്ങയുടെ വിശാലമായ വക്ഷസ്ഥലത്തെ ഞാൻ വണങ്ങുന്നു. ഈ ശ്ലോകം മുരുകഭഗവാന്റെ അനന്തമായ സ്നേഹത്തെ ചിത്രീകരിക്കുന്നു. വള്ളിദേവിയും ദേവസേനയും യഥാക്രമം ഭക്തിയുടെയും കർമ്മത്തിൻ്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു. മുരുകഭഗവാൻ ഭക്തരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. താരകാരി എന്നത് താരകാസുരനെ വധിച്ചവൻ എന്നർത്ഥം. താരകാസുരൻ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. മുരുകഭഗവാന്റെ കൃപ ആന്തരിക ശത്രുക്കളെ ജയിക്കാൻ സഹായിക്കുന്നു. ശ്ലോകം 12. വിദോ ക്ലുപ്തദണ്ഡാൻ സ്വലീലാദൃതാണ്ഡാൻ നിരസ്തേ ഭശുണ്ഡാൻ ദ്വിഷത് കാലദണ്ഡാൻ ഹതേന്ദ്രാരി ഷണ്ഡാൻ ജഗത്രാണ ശൗണ്ഡാൻ സദാ തേ പ്രചണ്ഡാൻ ശ്രയേ ബാഹുദണ്ഡാൻ. അർത്ഥം: ബ്രഹ്മാവിനെ ശിക്ഷിക്കാൻ പോലും ശേഷിയുള്ളവനെ, അസുരശക്തികളെ നശിപ്പിക്കുന്നവനെ, ദേവന്മാരുടെ ശത്രുക്കളെ സംഹരിച്ചവനെ, ലോകത്തെ സംരക്ഷിക്കുന്ന മഹാവീരനെ, അങ്ങയുടെ ശക്തിയേറിയ ദിവ്യബാഹുക്കളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ശ്ലോകം മുരുകഭഗവാന്റെ വീരസ്വരൂപത്തെ വിവരിക്കുന്നു. മുരുകഭഗവാൻ സൗന്ദര്യത്തിൻ്റെ മാത്രം പ്രതീകമല്ല, ധർമ്മ സംരക്ഷണത്തിൻ്റെയും ദൈവിക ശക്തിയുടെയും പ്രതീകമാണ്. പുരാണങ്ങളിൽ ശിവഭഗവാന് പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം പഠിപ്പിച്ച ഗുരുസ്വരൂപനാണ് മുരുകഭഗവാൻ. അതിനാൽ മുരുകഭഗവാൻ വെറും യോദ്ധാവല്ല, പരമജ്ഞാനത്തിൻ്റെ അവതാരവുമാണ്. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ധർമ്മത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള ശക്തിയും ധൈര്യവും ദൈവകൃപയാൽ ലഭിക്കുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ അലങ്കാരം സദ്ഗുണങ്ങളാണ്. മുരുകഭഗവാൻ ഭക്തരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് സംരക്ഷിക്കുന്നു. അഹങ്കാരത്തെയും അജ്ഞാനത്തെയും ജയിക്കാൻ ദൈവകൃപ അനിവാര്യമാണ്. ധർമ്മ സംരക്ഷണത്തിനുള്ള ശക്തി ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നത്. വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. ഓം ശരവണഭവായ നമഃ. നന്ദി, നമസ്കാരം.